ഞെട്ടിച്ചായിരുന്നു സിനിമ കണ്ടിട്ട്. കൊള്ളാം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ആരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടത്? ഓഫ് കോഴ്സ് ഉണ്ണി മോഹൻ തന്നെ. തീർച്ചയായും. വില്ലൻ എങ്ങനെയുണ്ടായിരുന്നു? വില്ലൻ അതൊരു എന്താ പറയാ അൺബിലീവബിൾ ക്യാരക്ടറായിരുന്നു. കൊള്ളായിരുന്നു. ഞെട്ടിച്ച സിനിമ അതോ? കുഴപ്പമില്ല. കണ്ടുകൊടുത്ത സീൻ തന്നെയായിരുന്നു. കുഴപ്പമില്ല. മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്രത്തോളം ഒരു വയലൻസ് സിനിമ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു experience? കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? കൊള്ളായിരുന്നു. ആരാണ് ഞെട്ടിച്ചത്? ഉണ്ണിമുന്ത എല്ലാരും നെട്ടിച്ചു. കൊള്ളായിരുന്നു. നല്ല സൂപ്പർ പടമായിരുന്നു. എങ്ങനെയാ ഒരു എക്സ്പെക്ടേഷൻ എങ്ങോട്ട് മേളിലാണോ? മേളായിരുന്നു. ഇത്രയും വിചാരിച്ചില്ല. അടിപൊളിയായിരുന്നു. ബ്രൂട്ടലായിരുന്നു. എങ്ങനെയുണ്ട് എല്ലാവരുടെയും? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആരാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്? ജഗദീഷ്, ഉണ്ണി വന്ന വില്ലൻ സെറ്റായിരുന്നു. വില്ലന്റെ നല്ല രസമായിരുന്നു. പിന്നെ ഉണ്ണി വന്ന് കൊള്ളായിരുന്നു. ഉണ്ണി വന്ന പെർഫോമൻസ് വിചാരിച്ചതിനെക്കാട്ടി അടിപൊളി തന്നെയായിരുന്നു. കൊള്ളായിരുന്നു. നല്ല ഗോറായിരുന്നു. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? നന്നായിട്ടുണ്ട്. ഉണ്ണിമോഹൻ ഒബ്വിയസ്ലി സെറ്റായിരുന്നു. എപ്പോഴെങ്കിലും ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണെടുക്കേണ്ടി വന്ന എന്തെങ്കിലും? No, nothing like that. Everything was good. Overall everything was good. കൊള്ളായിരുന്നു. നല്ല ഇന്ത്യൻ മൂവീസിൽ നോക്കുവാണെങ്കിൽ നല്ല ഗോറും ഇതായിരുന്നു. ആക്ച്വലി കൊള്ളായിരുന്നു. പെർഫോമൻസ് ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ല ഇന്ത്യൻ മൂവീസിൽ. ഇങ്ങനെ ഉണ്ണിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇത്രത്തോളം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും പ്രതീക്ഷയില്ല, കാരണം ഇങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് കൊള്ളായിരുന്നു. എങ്ങനെ പേടിച്ചൊക്കെ പോയായിരുന്നു? എപ്പോഴെങ്കിലും കണ്ണെടുക്കേണ്ട? ഇല്ല, നമുക്ക് സ്ഥിരമാക്കിയ പടം, പിന്നെ കുഴപ്പമില്ല. ഇത് ഉണ്ണിമൂന്നിന് പറ്റിയ റോളാ. സെറ്റ് അടിപൊളി പടം. ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കാണുന്ന പടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും അല്ല, ഇതൊന്നും അങ്ങനെയല്ല. മീൻസ് ഇംഗ്ലീഷ് മൂവീസ് ഇപ്പം ഓൾമോസ്റ്റ് ഇങ്ങനത്തെ പടങ്ങളാണല്ലോ. അപ്പൊ ആ ഒരു ലെവൽ വെച്ച് ഇത് ഓക്കെ, അടിപൊളി പടമാണ്. ഇല്ല, ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ പടം കാണുന്ന അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ ആയിരുന്നു. അവര് മാർക്കറ്റ് ചെയ്ത പോലെ തന്നെ ആയിരുന്നു പടം. പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ സീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് വയലന്റ് ആണ്. സോ അത് എക്സ്പെക്ട് ചെയ്തിട്ട് പോയാൽ മതി. മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി അടിപൊളി, രക്ഷയില്ല. പെർഫോമൻസ് എല്ലാം ഒന്നും പറയാനില്ല. നല്ല പടമായിരുന്നു. ഭയങ്കര ക്രൂവലാണ്. ബ്രൂട്ടലായിട്ടുള്ള സീൻസ് കുറേ ഉണ്ട്. ഭയങ്കര ബ്ലഡി ആയിട്ടാണ്. പെയിൻ ഹാർട്ടഡ് ആയിട്ടുള്ളവർക്ക് ഇത്തിരി പാടായിരിക്കും. എല്ലാവരും പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ആർക്കും കുഴപ്പമില്ല. ചിലർക്ക് പറ്റത്തില്ല. പിന്നെ ഇച്ചിരി വയലൻസ് കൂടുതലാണ്. എല്ലാ കുഴപ്പമില്ല. കില്ലും ഇതൊക്കെ ആനിമലും ഒക്കെ കണ്ട ആ ഒരു കാറ്റഗറി എല്ലാം കൊള്ളാം. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. വളരെ നല്ല ഫൈറ്റ് സീക്വൻസ് ആണ് ഏറ്റവും നല്ലത്. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും സൂപ്പർ. ബ്രൂട്ടലാണ്, കണ്ടിരിക്കാൻ പറ്റൂല. വയലൻസ് സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിരുന്നു. അടിപൊളി സൂപ്പർ. ആക്ഷൻ എല്ലാം സൂപ്പർ ആയിരുന്നു. കൊള്ളാം, സൂപ്പർ. എല്ലാം കൊള്ളായിരുന്നു. ഇല്ല, എല്ലാരും പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അല്ല, ഹൈപ്പ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചു വന്നു. എന്തായാലും കൊള്ളാം, എല്ലാം കൊള്ളാം, നല്ലതായിട്ട്.